നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിലേഷ് കെ, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് ലോക COPD ദിനമാണ്. എല്ലാ വർഷവും നവംബറിലെ 3ാമത്തെ ബുധനാഴ്ചയാണ് COPD ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. എന്താണ് COPD? പ്രധാനമായിട്ടും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശ്വാസനാളത്തിനുണ്ടാകുന്ന ചുരുക്കം മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് COPD. നമുക്കറിയാം, മറ്റ് പല ശ്വാസകോശ രോഗങ്ങളുണ്ട്. ആസ്മ, ബ്രോങ്കിയക്ടാസിസ്, ഇതുപോലുള്ള ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ശ്വാസകോശ രോഗമാണ് COPD. ഈ മോഡലിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ഒരു സാധാരണ ശ്വാസനാളമെങ്കിൽ COPD ഉള്ള ആളുകളിൽ ശ്വാസനാളം ചുരുങ്ങി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടില്ലെങ്കിൽ അഥവാ അത് കൂടുതൽ സിവിയർ ഗ്രേഡിലേക്ക് വരികയും അതുമൂലം ആളുകൾക്ക് ശ്വസന പ്രക്രിയ തടസ്സപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഇതുമൂലം ആളുകൾക്ക് ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിവിയറിറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോഡൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ തീം പ്രധാനമായിട്ടും നമുക്ക് ഷോർട്ട് ഓഫ് ബ്രത്ത് തിങ്ക് COPD എന്നുള്ളതാണ്. ആസ്മ പോലുള്ള അസുഖങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ ശ്വാസം മുട്ടലുണ്ടാവുകയുള്ളൂ, അഥവാ ട്രിഗേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ശ്വാസം മുട്ടലുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് അത് ശ്വസിക്കാൻ സാധിക്കും. എന്നാൽ COPD പോലുള്ള അസുഖങ്ങളിൽ എപ്പോഴും ഒരു ചെറിയ രീതിയിലുള്ള ശ്വാസം മുട്ടലും ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ട് ഓഫ് ബ്രത്ത് തിങ്ക് COPD എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നീണ്ടു നിൽക്കുന്ന ശ്വാസം മുട്ടലുണ്ടെങ്കിൽ COPD ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. PFT എന്നുള്ള അഥവാ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു ടെസ്റ്റ് മുഖേന ശ്വാസനാളത്തിലെ ചുരുക്കം കണ്ടുപിടിക്കുകയും COPD ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചറിയുവാനും സാധിക്കും. ഇനി COPD ഉണ്ട് എങ്കിൽ എന്താണ് ചികിത്സ? പൂർണ്ണമായും മാറുന്ന അസുഖമല്ല, പൂർണ്ണമായും വരുതിയിൽ നിർത്താൻ സാധിക്കുന്ന അസുഖമാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ഇൻഹേലർ ചികിത്സകൾ നമുക്ക് നിലവിലുണ്ട്. ഈ ഇൻഹേലർ ചികിത്സ കൃത്യമായ രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഹേലർ ചികിത്സയിലെ കംപ്ലയൻസ് ആണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് ശ്വാസകോശ വ്യായാമ ചികിത്സ അഥവാ ശ്വാസകോശ പുനരധിവാസ ചികിത്സ എന്ന് പറയും, പൾമണറി റീഹാബിലിറ്റേഷൻ, ഓക്സിജൻ തെറാപ്പി ഒക്കെ സിവിയർ ആയിട്ടുള്ള ഗ്രേഡിൽ ഓക്സിജൻ തെറാപ്പി, ബൈപ്പാപ്പ് ഇതെല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യം വരും. ഈ മിക്കവാറും പൊടിപടലങ്ങൾ, ഇൻഫെക്ഷൻ ഇതെല്ലാമാണ് ഒരു COPD കൂട്ടുന്ന കാര്യം. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ എടുക്കുക, പൊതുസ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക എന്നീ കാര്യങ്ങൾ ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്നൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥിരമായി നീണ്ടു നിൽക്കുന്ന ഈ ശ്വാസം മുട്ടൽ പ്രധാനമായിട്ടും കുറേക്കാലം നീണ്ടു നിൽക്കുന്ന പുകവലി മൂലമാണ് പ്രധാനമായിട്ടും വരുന്നത്. പുകവലി മാത്രമല്ല, ഇപ്പോൾ വീട്ടിലെല്ലാം ഉള്ള പുകയടുപ്പിൽ നിന്നുണ്ടാകുന്ന പുക, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പുക, നേരത്തെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കഫക്കെട്ട്, ന്യൂമോണിയ, ക്ഷയരോഗം ഇതെല്ലാം COPD ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അഥവാ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ കുറച്ച് കാലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ COPD ഉണ്ടോ എന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും കൃത്യമായ ചികിത്സ നേടുകയും ചെയ്യണം.